ചായ കുടിച്ചതിനു ശേഷം സെറ്റിലിരിക്കുകയായിരുന്നു എല്ലാവരും. നിത്യ സൂരജിൻ്റെ വലതുഭാഗത്തുണ്ട്. ഇടതുഭാഗത്ത് ആകാശും. വിശ്വൻ ഓപ്പോസിറ്റ് സൈഡിലും. വിശ്വനും ആകാശും സൂരജിനോട് സംസാരത്തിലായിരുന്നെങ്കിലും ഗൗരവത്തിലായിരുന്നു. മാലതിയും ലക്ഷ്മിയും കിച്ചണിൽ സംസാരത്തിലായിരുന്നു. നിത്യയുടെ കാര്യം തന്നെയാണ് വിഷയം. ആകാശും വിശ്വനും ദേഷ്യത്തിലാണെന്ന് മാലതിക്ക് മനസ്സിലായിരുന്നു. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി രണ്ടുപേരുടെയും കാല് പിടിക്കാനേ പറ്റൂ. ആകാശ് ഒന്നും സംസാരിക്കാതെ സൂരജിൻ്റെയും വിശ്വൻ്റെയും സംസാരം കേട്ടുകൊണ്ടിരുന്നു. നിത്യയെ അവൻ ശ്രദ്ധിച്ചില്ല. അപ്പോഴാണ് ആദി വിളിച്ചത്. ആകാശ് ഫോൺ എടുത്ത് മുറ്റത്തിറങ്ങി. കോൾ അറ്റൻഡ് ചെയ്തു. എന്താടാ? ആകാശ് ചോദിച്ചു. നിനക്കെന്താടാ കോൾ എടുക്കാൻ ഇത്ര താമസം? ആദി ദേഷ്യപ്പെട്ടു. അതിവിടെ സൂരജ് അച്ഛനും ലച്ചു അമ്മയും വന്നിട്ടുണ്ട്. അവരോട് സംസാരിച്ചിരിക്കുകയായിരുന്നു, ആകാശ് പറഞ്ഞു. അപ്പോൾ നിനക്ക് പോകാൻ കഴിയില്ലല്ലേ? ആദി ടെൻഷനോടെ ചോദിച്ചു. എവിടെ? ആകാശ് സംശയത്തോടെ ചോദിച്ചു. അത് അക്കു, അവിടെ ഗോഡൗണിൽ സിമൻറ്റും എംസാൻഡും മറിച്ചു വിൽക്കുന്നെന്ന് ഒരു ന്യൂസ് കിട്ടി. എനിക്ക് ആദ്യമേ ഒരു സംശയമുണ്ടായിരുന്നു. ഞാൻ പുറമേയുള്ള 2 പേരെ നിരീക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു. അവരിൽ ഒരാൾ ഇപ്പോൾ വിളിച്ചിരുന്നു. അവിടെ ലോറിയിൽ ലോഡ് കയറ്റുന്നുണ്ടെന്ന്. എനിക്ക് അവിടേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയില്ല. നിനക്കൊന്ന് പോകാൻ കഴിയോ? ആദി ടെൻഷനോടെ ചോദിച്ചു. ആകാശ് മുഴുവൻ കേൾക്കുന്നതിന് മുൻപ് അകത്തേക്ക് ഓടിയിരുന്നു. ഇട്ട വേഷത്തിൽ ബൈക്കിൻ്റെ കീയും ഹെൽമറ്റും എടുത്ത് സൂരജിനോടും വിശ്വനോടും ഒറ്റ ശ്വാസത്തിൽ സംഭവം പറഞ്ഞു. അവൻ പുറത്തേക്ക് ഓടി. ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. സൂരജും തൻ്റെ ഫോൺ പോക്കറ്റിൽ തിരുകി ഇട്ട വേഷത്തിൽ മറ്റൊരു ഹെൽമറ്റും എടുത്ത് അവൻ്റെ പിന്നാലെ ഓടി. ആകാശ് പിന്നിലെ പോർച്ചിൽ നിന്ന് ബൈക്കെടുത്ത് സൂരജിൻ്റെ അടുത്ത് നിർത്തി. സൂരജ് വേഗം കയറി. ആകാശ് വണ്ടി പറപ്പിച്ചു വിട്ടു. അവർ അരമണിക്കൂർ കൊണ്ട് ഗോഡൗണിലെത്തി. ലോറിയിൽ ലോഡ് കയറ്റി കഴിഞ്ഞിരുന്നു. ആകാശ് വേഗം പോയി ഗേറ്റ് അടച്ചിട്ടു, ലോക്കും ചെയ്തു. പിന്നാലെ സൂരജ് അറിയിച്ചതിനനുസരിച്ച് പോലീസും എത്തി. സൂരജിനെ കണ്ട് അവർ സല്യൂട്ട് ചെയ്തു. പോലീസ് ലോറി ഡ്രൈവറെയും ലോഡ് കയറ്റിയ തൊഴിലാളികളെയും സിമൻറ്റും എംസാൻഡും മറിച്ചു വിൽക്കാൻ നേതൃത്വം കൊടുത്ത ആദ്യത്തെ അസിസ്റ്റൻ്റ് മാനേജരെയും അറസ്റ്റ് ചെയ്തു. ആകാശ് വിവരങ്ങളെല്ലാം ആദിയെ അറിയിച്ചു. അവന് സമാധാനമായി. ഞാൻ നാളെ രാവിലെ അവിടെ എത്താം, ആദി പറഞ്ഞു. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, നീ സമാധാനമായി ഇരിക്കി. ആകാശ് അവനെ സമാധാനിപ്പിച്ചു. ആദി ഫോൺ വെച്ചു. അറസ്റ്റ് ചെയ്തവരെ പോലീസ് ലോക്കപ്പിലേക്ക് മാറ്റി. ആകാശ് പരാതി എഴുതി കൊടുത്തു. സൂരജ് പറഞ്ഞ പോലെ ചതി, വിശ്വാസവഞ്ചന, മോഷണം, മാനേജ്മെൻറ്റ് അറിയാതെ സാധനങ്ങൾ മറിച്ചു വിൽക്കൽ തുടങ്ങി നിയമത്തിൻ്റെ പഴുതടച്ചുള്ള എങ്ങനെയും ഊരിപ്പോരാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പരാതിയായിരുന്നു അത്. കോടികളുടെ നഷ്ടമാണ് എഴുതി ചേർത്തത്. സൂരജിൻ്റെ നിർദ്ദേശപ്രകാരമായതുകൊണ്ട് തന്നെ പോലീസ് എല്ലാം അനുസരിച്ചു. നിങ്ങൾ ആരെങ്കിലും ഇതിന് കൂട്ടുനിന്നിരുന്നോ? സൂരജ് പോലീസുകാരോട് ചോദിച്ചു. അയ്യോ ഇല്ല സാർ, ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല, അവർ ഒന്നിച്ചു പറഞ്ഞു. ഇവരെ നാളെ ഞാനും കൂടി വന്നിട്ട് ചോദ്യം ചെയ്യാം, സൂരജ് പറഞ്ഞു. ഓക്കെ സാർ. SIയും പോലീസുകാരും സമ്മതിച്ചു. ആകാശിൻ്റെ മനസ്സിലൊരു തണുപ്പ് വീണു. അച്ഛൻ കറക്റ്റ് സമയത്താണ് ഇവിടെ എത്തിയത്. തൻ്റെ കുഞ്ഞ് തന്നെ സഹായിച്ചു. കുഞ്ഞ് വന്നതുകൊണ്ടല്ലേ അച്ഛൻ ഇവിടെ എത്തിയത്, അല്ലെങ്കിൽ അച്ഛൻ ഇന്ന് ഇവിടെ വരില്ലല്ലോ. ആകാശിന് തൻ്റെ കുഞ്ഞിനോട് അടക്കാനാവാത്ത സ്നേഹം തോന്നി. പക്ഷേ കുഞ്ഞിൻ്റെ അമ്മയോട് താൻ ഇപ്പോഴൊന്നും ക്ഷമിക്കില്ല. തൻ്റെ കുഞ്ഞു വന്ന കാര്യം തന്നോട് പറയാൻ അവൾക്ക് തോന്നിയില്ല. അവളുടെ അച്ഛനോടും അമ്മയോടും വിളിച്ചു പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവളെ താൻ കുറച്ച് വട്ടം കറക്കും. ആകാശ് തീരുമാനമെടുത്തു. ആകാശും സൂരജും വീട്ടിലേക്ക് തിരിച്ചുപോയി. രാത്രി ഭക്ഷണത്തിൻ്റെ സമയമായിരുന്നു. രണ്ടുപേരും അവരവരുടെ റൂമിൽ പോയി കുളിച്ച് ഡ്രസ്സ് മാറ്റി വന്നു. മാലതിയും ലക്ഷ്മിയും ഫുഡ് വിളമ്പി. നിത്യ സൂരജിൻ്റെ അടുത്തിരുന്നു. അവളുടെ അടുത്ത് സീറ്റുണ്ടെങ്കിലും ആകാശ് വിശ്വൻ്റെ ഇപ്പുറം വന്നിരുന്നു. നിത്യയുടെ അടുത്ത് മാലതി ലക്ഷ്മിയെ പിടിച്ചിരുത്തി. ആകാശിൻ്റെ അടുത്ത് മാലതിയും ഇരുന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. സൂരജ് അടുത്തുള്ളത് കൊണ്ട് തന്നെ നിത്യ അത്യാവശ്യം നല്ലോണം ഫുഡ് കഴിച്ചു. ആകാശ് വേഗം ഫുഡ് കഴിച്ച് മുകളിലേക്ക് കയറിപ്പോയി. നിത്യ മുകളിൽ റൂമിലെത്തുമ്പോൾ ആകാശ് ആദിയുമായി ഫോൺ കോളിലായിരുന്നു. നിത്യ അവനെ കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. അവളുടെ ഉറക്കം കണ്ട് ആകാശ് കോളും അവസാനിപ്പിച്ചു. ആകാശ് അവളെ നല്ലതുപോലെ കിടത്തി പുതപ്പിച്ചു കൊടുത്തു. AC-യും അഡ്ജസ്റ്റ് ചെയ്തു വെച്ചു. പിന്നെ അവളെ കെട്ടിപ്പിടിച്ച് കൊണ്ട് കിടന്നു. പിന്നെ ഒരു തോന്നലിൽ അവളുടെ വയറ്റിൽ മെല്ലെ ഒന്ന് തലോടി. പുതപ്പു മാറ്റിക്കൊണ്ട് അവളുടെ വയറ്റിൽ ഒരു ഉമ്മയും കൊടുത്തു. ആ നിമിഷം നിത്യ കണ്ണു തുറന്നു. ആകാശ് ചമ്മിപ്പോയി. നിത്യ മനസ്സിലായെന്ന മട്ടിൽ തലകുലുക്കി.
ആകാശ് ചമ്മൽ മറച്ചുകൊണ്ട് മുഖം വീർപ്പിച്ചു തിരിഞ്ഞു കിടന്നു. അക്കുവേട്ടാ, നിത്യ വിളിച്ചു. അവൻ മൈൻഡ് ചെയ്തില്ല. അക്കുവേട്ടാ, ഇങ്ങോട്ടൊന്ന് നോക്കുന്നേ, നിത്യ അവളുടെ നേരെ മറിച്ചിടാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ആ നിമിഷം തന്നെ ആകാശ് കമിഴ്ന്നു കിടന്നു കണ്ണടച്ചു. നിത്യയ്ക്ക് ഒരു നിമിഷം എന്തു ചെയ്യണമെന്ന് മനസ്സിലായില്ല. അക്കുവേട്ടാ, ഈ പിണക്കം എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഈ സമയത്ത് മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല കേട്ടോ. എന്ന് മാത്രമല്ല, ഞാൻ മരുന്നും കുടിച്ചിട്ടില്ല, ഇനി കുടിക്കുകയുമില്ല. നാളെ അച്ഛനും അമ്മയും പോകുമ്പോൾ ഞാൻ അവരുടെ കൂടെ പോകും, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരികയുമില്ല, നിത്യ ഗൗരവത്തോടെ പറഞ്ഞു. ആ ഭീഷണി ഏറ്റു. ആകാശ് അവളുടെ നേരെ തിരിഞ്ഞു കിടന്നു. പക്ഷേ അവളെ നോക്കിയില്ല. നീ പോകുന്നതും പോകാത്തതും ഒക്കെ നിൻ്റെ ഇഷ്ടം. ഞാനാരാ തടയാൻ? എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം മറ്റൊരാൾ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. നിനക്ക് എന്നോട് പറയാൻ തോന്നിയില്ലേ? നിൻ്റെ അച്ഛനെയും അമ്മയെയും നീ വിവരമറിയിച്ചല്ലോ? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. നിത്യ കരയാൻ തുടങ്ങിയിരുന്നു. അവൾ സംഭവിച്ച കാര്യങ്ങൾ എല്ലാം അവനോട് തുറന്നു പറഞ്ഞു. അന്ന് ഓഫീസിൽ വെച്ച് ലച്ചു അമ്മയാണ് ആദ്യം തന്നെ ഈ സംശയം എന്നോട് ചോദിച്ചത്. അക്കുവേട്ടനോട് പറയാൻ എനിക്ക് ചമ്മലായി. ലച്ചു അമ്മ തന്നെയാണ് എന്നോട് പറഞ്ഞത് പ്രഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്യാൻ. ടെസ്റ്റ് ചെയ്തിട്ട് അക്കുവേട്ടനെ കാണിക്കാമെന്ന് കരുതി. എന്നിട്ട് വാങ്ങി കഴിഞ്ഞപ്പോൾ ആരാ അത് ഷെൽഫിൻ്റെ മുകളിൽ എടുത്തു വെച്ചേ? പിന്നെ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ ലച്ചു അമ്മ പറഞ്ഞപ്പോൾ ഞാൻ മാലു അമ്മയെയും കൂട്ടിപ്പോയി. ടെസ്റ്റിൽ പോസിറ്റീവ്. ഇന്ന് രാത്രി ഞാൻ അക്കുവേട്ടനോട് പറയാനിരുന്നതാ, പിന്നെ വിശ്വച്ചനോടും. അതിപ്പോൾ ഇങ്ങനെയുമായി. അവൾ പിന്നെയും കരഞ്ഞു. ആകാശിന് കാര്യങ്ങളെല്ലാം മനസ്സിലായിരുന്നു. സോറി, അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. എഴുന്നേൽക്ക്, മരുന്ന് കഴിക്കണം, അവൻ പറഞ്ഞു. നിത്യ പതുക്കെ എഴുന്നേറ്റിരുന്നു. ആകാശ് അവളുടെ ഹാൻഡ് ബാഗിൽ നിന്ന് മരുന്നെടുത്ത് അവളെ കുടിപ്പിച്ചു. അതിനുശേഷം കുറേ വെള്ളവും കുടിപ്പിച്ചു. പിന്നെ അവളെ ചായച്ച് കിടത്തി അവളുടെ വയറ്റിൽ നിന്ന് ടോപ്പ് മാറ്റി അവളുടെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു. നിത്യ മുഖം വീർപ്പിച്ചു. ഉമ്മ കുഞ്ഞിന് മാത്രമേ ഉള്ളൂ, എനിക്കില്ലേ? അവൾ ചോദിച്ചു. നിനക്കുള്ളത് നേരത്തെ തന്നതാ, അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു. എപ്പോൾ? അവൾ ആലോചിച്ചു നോക്കി. ഉച്ചയ്ക്ക് താഴെ ഹാളിലിരിക്കുമ്പോൾ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സും മെഡിക്കൽ പാക്കറ്റും തന്നില്ലേ? അപ്പോൾ അവൻ വിശദമാക്കി. അവൾക്ക് മനസ്സിലായില്ല. ആകാശ് ആ സംഭവം വിശദീകരിച്ചു. ഞാൻ ഉച്ചയ്ക്ക് തന്നെ അറിഞ്ഞു എൻ്റെ കുഞ്ഞ് ഇവിടെ വന്ന കാര്യം. ആകാശ് അവളുടെ വയറ്റിൽ ഒന്ന് തടവി. നിത്യ മുഖം വീർപ്പിച്ചുകൊണ്ട് തലയിണയെടുത്ത് അവൻ്റെ നേർക്കെറിഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് അത് പിടിച്ചെടുത്തു. ഞാൻ മിണ്ടൂല, അവൾ മുഖം വീർപ്പിച്ചു. ഓക്കെ, അവൻ തിരിഞ്ഞു കിടന്നു. ദേ അക്കുവേട്ട, കുഞ്ഞു മിണ്ടൂലെന്ന് നിത്യ പറഞ്ഞു. പെട്ടല്ലോ ഭഗവാനെ, ഇതുവരെ ഒന്നിനെ സഹിച്ചാൽ മതിയായിരുന്നു. നിൻ്റെ സ്വഭാവം നീ ആ കുഞ്ഞിനെ കൂടി പഠിപ്പിക്കല്ലേ കേട്ടോ, ആകാശ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? അവൾ കണ്ണുരുട്ടി ചോദിച്ചു. എൻ്റെ നിത്യക്കുട്ടിയുടെ സ്വഭാവത്തിന് ഒരു കുഴപ്പവുമില്ല. ഈ സ്വഭാവം കണ്ടിട്ടല്ലേ ഞാൻ വീണത്. പക്ഷേ നിന്നെപ്പോലെ കൊച്ചുമായാൽ രണ്ടാളെയും എനിക്ക് നോക്കാൻ കഴിയില്ല, അതാ പറഞ്ഞത്. എനിക്ക് ഓഫീസിൽ പോകണ്ടേ? അവൾ മൂളി. പിന്നെ സംശയത്തോടെ അവനെ നോക്കി. അക്കുവേട്ടൻ ഇപ്പോൾ പറഞ്ഞത് എൻ്റെ സ്വഭാവത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്നല്ലേ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അവൻ വേഗം ലൈറ്റ് ഓഫ് ചെയ്തു. പിന്നെ അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു. കണ്ണടച്ചു. അപ്പോഴും അവൾ സംശയത്തോടെ കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു. ആദി പാറുവിനെ ചേർത്ത് പിടിച്ച് കിടക്കുകയായിരുന്നു. അവനെ കുറിച്ചോർത്ത് അവൾക്ക് പേടിയുണ്ടായിരുന്നു. പീറ്ററും സിദ്ധാർത്ഥും ഈ കേസ് തെളിയിക്കാതെ അടങ്ങുമെന്ന് തോന്നുന്നില്ല. നീ പേടിക്കണ്ടടി, എനിക്കൊന്നും സംഭവിക്കില്ല. അവർക്ക് ഈ കേസ് തെളിയിക്കാൻ കഴിയില്ല, ആദ്യം അവളെ സമാധാനിപ്പിച്ചു. ആത്മവിശ്വാസം നല്ലതാണ്. ആദ്യേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് അവർ ബുദ്ധിരാക്ഷസന്മാരാണെന്ന്? അതോർത്തിട്ടാ എനിക്ക് ടെൻഷൻ. പാറു അവൻ്റെ നെഞ്ചിൽ വിരൽ കൊണ്ട് ചിത്രം വരച്ചുകൊണ്ട് പറഞ്ഞു. ഇക്കിളിയെടുത്ത ആദി അവളെയും കൊണ്ട് ഒന്ന് മറിഞ്ഞു. ഒരു ടെൻഷനും വേണ്ട, നിൻ്റെ ആദിയേട്ടൻ സൂപ്പറല്ലേ, അക്കാര്യത്തിൽ നിനക്ക് സംശയമുണ്ടോ? ആദി അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. ഇല്ലെന്ന അർത്ഥത്തിൽ അവൾ മൂളി. അവൻ അവളുടെ മുഖം ചുംബനങ്ങൾ കൊണ്ട് മൂടി. വൈകാതെ ഡീപ്പായി സ്നേഹിക്കാനും തുടങ്ങി. അന്നും അവർ ഉറങ്ങാൻ സമയം വൈകിയിരുന്നു. പാറുവിൻ്റെ മനസ്സിൽ നിന്ന് ടെൻഷൻ ഒഴിവാക്കുകയായിരുന്നു അവൻ്റെ ലക്ഷ്യം. പിറ്റേന്ന് രാവിലെ തന്നെ തൻ്റെ മാരുതി കാറിൽ പീറ്ററും സിദ്ധാർത്ഥും മലപ്പുറത്ത് പാറുവിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു. പാറുവിനെക്കുറിച്ച് മൂർത്തി പറഞ്ഞത് ശരിയാണോ എന്നന്വേഷിക്കാൻ. ഇത് ശരിയായ വഴിയിൽ തന്നെയാണോ അന്വേഷണം എന്നറിയില്ലെങ്കിലും ജസ്റ്റ് ആ വഴി കൂടി ഒന്ന് പോയി നോക്കാൻ പീറ്റർ തീരുമാനിച്ചു. ഇവിടുത്തെ
അന്വേഷണം കഴിഞ്ഞിട്ട് വേണം പാലക്കാടിന് പോകാൻ. രാവിലെ തന്നെ സൂരജും ആകാശും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. SIയും മറ്റു പോലീസുകാരും എത്തിയിരുന്നു. നൈറ്റ് ഡ്യൂട്ടിയിൽ ഉള്ളവർ പോയിരുന്നു. അപ്പോഴേക്കും CIയും അങ്ങോട്ട് വന്നു. ആദ്യം തന്നെ സൂരജിന് സല്യൂട്ട് ചെയ്തു. പിന്നെ ആകാശ് കൊടുത്ത പരാതി വായിച്ചു നോക്കി. ഒറ്റ നോട്ടത്തിൽ തന്നെ അതിനു പിന്നിൽ സൂരജാണെന്ന് CIക്ക് മനസ്സിലായിരുന്നു. സാധാരണ ഒരാൾക്ക് ഇങ്ങനെ ഒരു പരാതി തയ്യാറാക്കാൻ കഴിയില്ല. വൈകാതെ സൂരജിൻ്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യലും തുടങ്ങി. അസിസ്റ്റന്റ് മാനേജറാണ് ഇതിൻ്റെ പിന്നിലെന്ന് തെളിഞ്ഞു. മറ്റു തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചതാണ്. ചതി, വിശ്വാസവഞ്ചന, മോഷണം തുടങ്ങി എല്ലാം ഉൾപ്പെടുത്തി പോലീസ് അവരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ആദിയും അപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. അവൻ അസിസ്റ്റന്റ് മാനേജരെ രൂക്ഷമായി ഒന്ന് നോക്കി. പിന്നെ അവൻ സൂരജിനോട് നന്ദി പറഞ്ഞു. അങ്കിളെ, വലിയ ഉപകാരം. അങ്കിൾ ഉള്ളത് കൊണ്ടാ ഇന്നലെ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ആദി സൂരജിൻ്റെ കൈ പിടിച്ചു. SIയോടും CIയോടും പറഞ്ഞ് സൂരജും ആകാശും ആദ്യം പുറത്തിറങ്ങി. ആദി, പീറ്ററും സിദ്ധാർത്ഥും ഡീപ്പായ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം. അവരെ നിസ്സാരമായി കാണണ്ട. സൂരജ് പറഞ്ഞു. ഓക്കെ അങ്കിൾ, ഞാൻ ശ്രദ്ധിച്ചോളാം. 3 പേരും ആകാശിൻ്റെ വീട്ടിലേക്ക് പോയി. മോളെ എവിടെടാ? അവളെ വിളിക്ക്. അവളെ കണ്ടിട്ട് വേണം എനിക്ക് പോകാൻ, ആദി പറഞ്ഞു. സൂരജ് പുഞ്ചിരിച്ചു. അയാൾക്ക് അവനെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. ആദിയുടെ സൗണ്ട് കേട്ട് മാലതി ഇറങ്ങി വന്നു. അമ്മേ, നിത്യയെ ഒന്ന് വിളിച്ചേ, എനിക്ക് വേഗം പോകണം. ആദി തിരക്ക് കൂട്ടി. അവൾ കുളത്തിൽ കുളിക്കാൻ പോയിട്ടുണ്ട്, ഇപ്പോൾ വരും, മാലതി പറഞ്ഞു. കുളത്തിലോ? അവിടെ നല്ല വഴുക്കുണ്ട്, ആകാശ് ടെൻഷനോടെ പറഞ്ഞു. അവൾക്ക് കുളത്തിൽ തന്നെ കുളിക്കണമെന്ന് വാശി പറഞ്ഞിട്ട് കേൾക്കണ്ടേ, മാലതി പറഞ്ഞു. ആകാശ് പിന്നാമ്പുറത്തേക്കോടി. സൂരജ് അത് കാര്യമാക്കാതെ സെറ്റിയിലിരുന്നു. അവനെന്തിനാ ഇത്രയ്ക്ക് ടെൻഷനാവുന്നേ? അവൾ സാധാരണ കുളത്തിലും പുഴയിലുമൊക്കെ നീന്തുന്നതല്ലേ, ആദി ചോദിച്ചു. അത് മോനെ, അവളിപ്പോൾ റെസ്റ്റിലല്ലേ, അതാ അവന് പേടി, മാലതി പറഞ്ഞു. റെസ്റ്റോ? ആദിയുടെ നെറ്റി ചുളിഞ്ഞു. ആ, അവൾക്ക് വിശേഷമുണ്ട്. റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞതാണ്. അവൾ പറ്റ വീക്കാണെന്ന്, മാലതി പറഞ്ഞു. ആദിക്ക് അതൊരു പുതിയ അറിവായിരുന്നു. എന്നിട്ട് അക്കു എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, ആദി വിഷമത്തോടെ പറഞ്ഞു. താൻ മോൾക്കൊന്നും വാങ്ങിയില്ല, വെറും കൈയോടെയാണ് വന്നതും. ഇന്നലെയാ കൺഫേം ചെയ്തത്. അപ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു, അങ്ങോട്ട് വന്ന ലക്ഷ്മി പറഞ്ഞു. പീറ്ററും സിദ്ധാർത്ഥും മലപ്പുറത്ത് പാർവിൻ്റെ വീടിൻ്റെ ഗേറ്റിൽ കാർ നിർത്തിയിറങ്ങി. ഗേറ്റ് ചാരി വച്ചിരിക്കുകയായിരുന്നു. സിദ്ധാർത്ഥ് ഗേറ്റ് തുറന്നു. 2 പേരും അകത്തേക്ക് നടന്നു. അപ്പോഴേക്കും കാറിൻ്റെ ശബ്ദം കേട്ട് അവിടെ താമസമുള്ള ഒരു പ്രായമുള്ള ഒരാൾ ഇറങ്ങി വന്നു. ആരാ? ഇവിടെയൊന്നും കണ്ടില്ലല്ലോ, അയാൾ ചോദിച്ചു. ഇത് മിസ്സിസ് സൗപർണികയുടെ വീടല്ലേ, പീറ്റർ ചോദിച്ചു. വീട്ടുടമസ്ഥ അവരാണ്. ഇപ്പോൾ ഞങ്ങളാണ് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്, അയാൾ പറഞ്ഞു. മിസ്സിസ് സൗപർണികയാണോ നിങ്ങൾക്ക് വീട് വാടകയ്ക്ക് തന്നത്, പീറ്റർ ചോദിച്ചു. അല്ല, ഇവിടെ അടുത്തുള്ള രാമു ആണ്. അയാളാണ് ഇവിടെ കാര്യസ്ഥപ്പണി ചെയ്യുന്നത്. വാടക ചീട്ടെഴുതിയതും അയാളാണ്. ഈ രാമുവിനെ കണ്ടാൽ സൗപർണികയെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുമെന്ന് പീറ്റർക്ക് തോന്നി. ഈ രാമുവിൻ്റെ വീട് എവിടെയാ, പീറ്റർ ചോദിച്ചു. അയാൾ വഴി പറഞ്ഞു കൊടുത്തു. രാമു വീട്ടിൽ ഇല്ലായിരുന്നു. മക്കൾ സ്കൂളിൽ പോയി. രാമുവിൻ്റെ ഭാര്യയും വയസ്സായ അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. പീറ്റർ തങ്ങളെ പരിചയപ്പെടുത്തി. ഐഡൻറ്റിറ്റി കാർഡും കാണിച്ചു. എന്നിട്ട് താൻ വന്ന കാര്യം അറിയിച്ചു. ഞങ്ങൾ ഇവിടെ വന്നത് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ അടുത്തുള്ള സൗപർണികയെക്കുറിച്ച് അറിയാനാണ്, പീറ്റർ വെളിപ്പെടുത്തി. അവരെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായി ഞങ്ങളോട് തുറന്നു പറയുക. തെറ്റ് വല്ലതും പറഞ്ഞാൽ അത് നിങ്ങളുടെ കുടുംബത്തെ തന്നെ ബാധിക്കും. സിദ്ധാർത്ഥ് അവരെ ഒന്ന് പേടിപ്പിച്ചു. രാമുവിൻ്റെ ഭാര്യ പേടിച്ചുപോയി. 2 ഡിറ്റക്റ്റീവ് ആണ് മുന്നിൽ. താൻ പറയുന്നത് തെറ്റാണെങ്കിൽ അത് തനിക്കും കുടുംബത്തിനും ആപത്താണ്. അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി ഉത്തരം പറയാൻ തന്നെ അവർ തീരുമാനിച്ചു. പേടിക്കേണ്ട, മിസ്സിസ് സൗപർണികയെ രക്ഷിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് സത്യം മാത്രം പറയുക, പീറ്റർ വ്യക്തമാക്കി. അപ്പോൾ ചോദിക്കട്ടെ? അവർ പേടിയോടെ തലകുലുക്കി. സിദ്ധാർത്ഥ് റെക്കോർഡ് ബട്ടൺ ഓൺ ചെയ്തു. മിസ്സിസ് സൗപർണികയുടെ സ്വഭാവം എങ്ങനെയാ, പീറ്റർ ചോദിച്ചു. അതൊരു പാവം കൊച്ചാ സാറേ. അവൾ ഉള്ളത് കൊണ്ടാ ഈ വീട് പട്ടിണിയില്ലാതെ കഴിയുന്നത്, രാമുവിൻ്റെ അമ്മ പറഞ്ഞു. സൗപർണിക കുറേ ആയോ ഇവിടെ നിന്ന് താമസം മാറിയിട്ട്, പീറ്റർ ചോദിച്ചു.
ആ, ഒരു കൊല്ലത്തിനടുത്തായി കാണും, രാമുവിൻ്റെ ഭാര്യ പറഞ്ഞു. സൗപർണിക എങ്ങനെയാ എറണാകുളത്തെത്തിയത്? പീറ്റർ ചോദിച്ചു. പാറുമോളുടെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞു കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു. ഇവിടെയുള്ള ആളുകൾ ഓരോന്ന് ചോദിച്ചു മോളെ കഷ്ടപ്പെടുത്തി. അതാ അവൾ ദൂരേക്ക് ജോലി തേടി പോയത്. അമ്മ രാമു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി. അത് പീറ്റർക്കും സിദ്ധാർത്ഥിനും പുതിയ ഒരറിവായിരുന്നു. ആദ്യത്തെ കല്യാണം കഴിഞ്ഞു, ഡിവോഴ്സ് എന്ന് മാത്രമേ മൂർത്തി പറഞ്ഞിട്ടുള്ളൂ. പീറ്റർക്കും സിദ്ധാർത്ഥിനും ഒരു പിടിവള്ളി കിട്ടിയതുപോലെ തോന്നി. അവരുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ വീട് എവിടെയാ? പീറ്റർ ചോദിച്ചു. ഇവിടുന്ന് 1.5 മണിക്കൂർ ദൂരമുണ്ടാവും. സ്ഥലം അറിയില്ല. അയാളും AM കമ്പനിയുടെ ഇവിടുത്തെ ബ്രാഞ്ചിൽ മാനേജറായിരുന്നു. അയാളുടെ പേരെന്താ? സിദ്ധാർത്ഥ് ചോദിച്ചു. രവീന്ദ്രൻ, ആ സ്ത്രീ പറഞ്ഞു. ഈ രവിയെക്കുറിച്ച് നിങ്ങൾക്ക് വേറെ എന്തൊക്കെ അറിയാം? സിദ്ധാർത്ഥ് ചോദിച്ചു. ആ കല്യാണം ഒരു ചതിയായിരുന്നു സാറേ. അയാൾക്ക് ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അത് പറയാതെയാണ് പാറുമോളെ കല്യാണം കഴിച്ചത്. കല്യാണം കഴിഞ്ഞു. പാറു അവിടെ എത്തിയതിന് ശേഷമാണ് മോൾ സത്യം അറിയുന്നത്. അതുകൊണ്ട് പിറ്റേന്ന് തന്നെ മോൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. ആ കല്യാണത്തിന് ഒരു തെളിവുമില്ല. പക്ഷേ അയാൾ ഇവിടെ ഇടയ്ക്ക് പാറുമോളെ അന്വേഷിച്ചു വന്നിരുന്നു, രാമുവിൻ്റെ അമ്മ പറഞ്ഞു. അയാൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേരെന്തായിരുന്നു? പീറ്റർ ചോദിച്ചു. AM കമ്പനി. പാറുമോളുടെ കമ്പനി തന്നെയാ. അവളാണ് ഇപ്പോൾ അതിൻ്റെ ഉടമസ്ഥ, രാമുവിൻ്റെ അമ്മ അഭിമാനത്തോടെ പറഞ്ഞു. പീറ്ററും സിദ്ധാർത്ഥും ചോദ്യങ്ങൾ അവസാനിപ്പിച്ചു തിരിച്ചുപോയി. നേരെ AM കമ്പനിയുടെ മലപ്പുറം ബ്രാഞ്ച്. അവർ ഓഫീസിലേക്ക് കയറിയതും സെക്യൂരിറ്റി പാറുവിനെ വിളിച്ച് വിവരം പറഞ്ഞു. പാറുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. അവരെന്തിനാ മലപ്പുറം ബ്രാഞ്ചിലേക്ക് പോയത്? അവൾ ആദ്യം വിളിച്ച് വിവരം പറഞ്ഞു. അവർ മലപ്പുറം നിന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. അവിടെ നിന്ന് രവിയെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടാവും. അവനെപ്പറ്റി അന്വേഷിച്ചു പോയതാവും. നീ പേടിക്കേണ്ട, ആദി അവളെ സമാധാനിപ്പിച്ചു.